കീഴടക്കാൻ ഇസ്രായേൽ പുതിയ കരുക്കൾ ഇതാ നീക്കി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലെ ജനതയെ പോലും ചതിച്ചുകൊണ്ട് അമേരിക്കയുടെ സ്വപ്നം നിറവേറ്റാൻ പോകുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ മുകളിൽ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. ഹമാസ് ഇതിന് കൃത്യമായി മറുപടി പറയും, അതും ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെ. ജൂതന്റെ ക്രൂരതയ്ക്ക് എണ്ണി അവർ പകരം ചോദിക്കുക തന്നെ ചെയ്യും. വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഗാസ നഗരത്തിനായുള്ള പോരാട്ടം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. തന്ത്രപരമായ കരുതലുകൾ ഇല്ലാത്തതിനാൽ നഗരം നഷ്ടപ്പെട്ടാൽ അത് ഗ്രൂപ്പിന്റെ സൈനികവും രാഷ്ട്രീയപരവുമായ അസ്തിത്വം തന്നെ ഇല്ലാതാക്കും. ഇത് ശക്തമായ പ്രതിരോധ പോരാട്ടങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഗാസയെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. ഗാസ നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ കരസേനാ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നെതന്യാഹു വാഗ്ദാനം ചെയ്ത ശക്തവും നിർണായകവുമായ ഈ നീക്കം ഈ മേഖലയിലെ ദുരന്തങ്ങളെയും രാഷ്ട്രീയ സംഘർഷങ്ങളെയും പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണിപ്പോൾ. അതേസമയം ഈ നീക്കം ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണ് നെതന്യാഹുവിനെ കാത്തിരിക്കുന്ന പ്രതിസന്ധികളെന്ന് വിലയിരുത്താം. ഇത്തരം ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ മനസ്സിലാകുന്നതിന്റെ ഒരു കാര്യം അത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പരോക്ഷമായെങ്കിലും ബാധിക്കാറുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. കൂടാതെ ഇത്തരം വിഷയങ്ങളിൽ അറിവ് വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും വളരെയേറെ സഹായകരമാണ്. പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ ഇത്തരം അറിവുകൾ മാത്രം പോരാ, അതിന് സാമ്പത്തിക ഭദ്രത കൂടി കൈവരിക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന ഒന്നാണ് നിക്ഷേപങ്ങൾ എന്ന് അറിവുണ്ടായിട്ടും പലരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അവർ നിക്ഷേപിച്ച പൈസ പോകുമോ, അല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന പൈസയിൽ വലിയ ഭാഗം ടാക്സായി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നിക്ഷേപ അവസരങ്ങളുണ്ട്. കൂടെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നല്ല റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. HDFC ലൈഫാണ് അത്തരമൊരു അവസരം ഒരുക്കുന്നത്. അവരുടെ NFO ടോപ്പ് 500 മൾട്ടി ഫാക്ടർ 50 ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ മാസം, അതായത് സെപ്റ്റംബർ 30-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ NFOയെ കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാവുന്നതാണ്. NAV 10 രൂപയാണ്. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതൽ 21%, കഴിഞ്ഞ 5 വർഷത്തിൽ 28.1% CAGR റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് HDFC ലൈഫ് ഈ NFOയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ മാസ പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഒരു വർഷം 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, സെപ്റ്റംബർ 30 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. പശ്ചിമേഷ്യയിലേക്ക് തിരികെ വരികയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു വഴിത്തിരിവാണ് ഇസ്രായേൽ ഇപ്പോൾ കടന്നു പോകുന്നത്. ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ബെഞ്ചമിൻ നെതന്യാഹു കരസേനാ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ശക്തവും നിർണായകവുമായ നടപടിയാണെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തും ലക്ഷ്യമാക്കിയുള്ള ക്രൂരമായ അധിനിവേശം തന്നെയാണ്. ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിനുള്ളിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കണമെന്നാണ് ലക്ഷ്യം വെക്കുന്നത്. സൈനിക വക്താവായിട്ടുള്ള അവിച്ചേ അദ്രെ എക്സിൽ ഈ വിവരം സ്ഥിരീകരിക്കുകയും സാധാരണക്കാരോട് പോരാട്ട മേഖല വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് 3,20,000 പേർ ഇതിനകം പലായനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം 6,50,000 സാധാരണക്കാർ ഇപ്പോഴും ആ നഗരത്തിൽ തുടരുന്നുണ്ട്. ഗാസയിലെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും സുരക്ഷിതരായി ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ കാരണത്താൽ. സ്കൂളുകളും ആശുപത്രികളും വീടുകളും നെതന്യാഹു
നെതന്യാഹുവിന്റെ ആക്രമണങ്ങൾക്ക് പൂർണ്ണമായും ഇരയായി. കുടിവെള്ള വിതരണവും വൈദ്യുതി സംവിധാനങ്ങളും തകർത്ത് ജനങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങളില്ലാതെ ജീവിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്രായേൽ. അവിടെ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ കൺവെൻഷനുകളും തുറന്നെറിയുന്ന രീതിയിലാണ് ഈ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹമാസിനെ നേരിടുക എന്ന പേരിൽ പൊതുജനങ്ങളെ ശിക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നയം. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ നെതന്യാഹുവിന്റെ നേതൃത്വം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തുടർച്ചയായ യുദ്ധാവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നു. വിദേശത്ത് പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളെ അപലപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ അനുകൂലത മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും കരുത്തായിട്ടുള്ളത്. എന്നാൽ ആ പിന്തുണ പോലും ഭാവിയിൽ നിലനിൽക്കാമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയനും നിരവധി രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംശയം ഉന്നയിക്കപ്പെടുന്നത്. കരസേനാ നടപടികൾ കൊണ്ട് ഹമാസിനെയോ മറ്റ് സംഘടനകളെയോ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. മറിച്ച് ഫലസ്തീൻ സമൂഹത്തിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ മനോഭാവമാണ് വളർന്നു വരുന്നത്. ഓരോ ആക്രമണവും പുതിയ രക്തസാക്ഷികളെ ജനിപ്പിക്കുകയും കൂടുതൽ യുവാക്കളെ പോരാട്ടത്തിനായി ഒരുങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന നെതന്യാഹുവിന്റെ അവകാശവാദം തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിന്റെ പേരിൽ യുദ്ധക്കുറ്റങ്ങൾ ചുമത്താനുള്ള സാധ്യതകൾ കൂടി ഉയരുകയാണ്. മനുഷ്യജീവിതത്തെ വില കുറച്ചു കാണുന്ന അധികാര ലോഭത്തിനായി ജനങ്ങളെ രക്തത്തിൽ മുക്കുന്ന ഒരു നേതാവിന്റെ പ്രതീകമായി അദ്ദേഹം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഗാസയിൽ നടക്കുന്ന ജനവംശഹത്യയെ ലോകം കൂടുതൽ ദൈർഘ്യമേറിയ കാലത്തേക്ക് അവഗണിക്കില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രൂരമായ ഗാസ അധിനിവേശം പശ്ചിമേഷ്യ മുഴുവൻ രക്തരൂക്ഷിതമാക്കി മാറ്റിയിരിക്കുന്നു. സുരക്ഷ എന്ന പേരിൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികൾ മരിച്ചു വീഴുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം ക്രൂരതകൾക്ക് എപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. നെതന്യാഹുവിനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല. ഗാസയിലെ ജനങ്ങളുടെ രക്തത്തിൽ മുങ്ങി അധികാരം ഉറപ്പാക്കാനാകുമെന്ന് കരുതുന്ന നെതന്യാഹു യഥാർത്ഥത്തിൽ സ്വയം തന്നെ രാഷ്ട്രീയ സൈനിക കുടുക്കിലാകുകയാണ്. ഫലസ്തീനികളോടൊപ്പം അറബ് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഖത്തറിന്റെ നിലപാട് ഇവിടെ നിർണായകവുമാണ്. ഖത്തർ ഇതുവരെ പലതവണ ഫലസ്തീൻ വിഷയത്തിൽ തുറന്ന നിലപാട് സ്വീകരിച്ച രാജ്യമാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായി പിന്തുണ നൽകുകയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ വേദികളിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖത്തറിനെയും മറ്റ് അറബ് രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുന്നത് നേരിട്ടുള്ള തിരിച്ചടികൾക്കാണ്. നെതന്യാഹുവിന്റെ യുദ്ധനയങ്ങൾ ഹമാസിനെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇടയാക്കിയത്. ഇതിനോടൊപ്പം ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തി ശക്തിയും ഇറാനും നെതന്യാഹുവിന്റെ ക്രൂരതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഗാസയിലെ ആക്രമണങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ പ്രതിഷേധം പൊട്ടിത്തെറിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ വികാരം രാഷ്ട്രീയത്തിൽ നിന്ന് തെരുവിലേക്കും തെരുവിൽ നിന്ന് ആയുധങ്ങളിലേക്കും മാറുന്നത് നെതന്യാഹുവിന് ഏറ്റവും വലിയ തിരിച്ചടിയായി വരും. ഖത്തറിലെ ശക്തമായ വിമർശനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വഴി നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്താനാകുമെന്നും ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങളെ പ്രേരിപ്പിച്ച് നേരിട്ടുള്ള തിരിച്ചടികൾ സൃഷ്ടിക്കാനാകുമെന്നുള്ള സാധ്യതകൾ ഖത്തറിന് മുന്നിലുണ്ട്. ഗാസയിലെ കൂട്ടക്കൊലകൾക്ക് മറുപടിയായി അറബ് ലോകം ഒരിക്കലും മൗനം പാലിക്കില്ല. ഇതിനോടകം തന്നെ പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട്. മാത്രവുമല്ല, ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബികൾക്ക് ഇസ്രായേലിനോടുള്ള സമീപനം മാറിയിരിക്കുകയുമാണ്. നെതന്യാഹുവിന്റെ അധികാരലോഭവും മനുഷ്യാവകാശങ്ങളെ അവഗണിച്ച ക്രൂരതയും ഒടുവിൽ അദ്ദേഹത്തെയും ഇസ്രായേലിനെയും ദുരന്തത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഗാസയിലെ മനുഷ്യരോട് അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് ചരിത്രം അയാൾക്ക് മാപ്പ് കൊടുക്കില്ല. ഇന്ന് അദ്ദേഹം ശക്തിയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് തോന്നുമെങ്കിലും നാളെ അറബ് ലോകത്തിന്റെ കൂട്ടിച്ചേർന്ന കൈകൾ അദ്ദേഹത്തിന് ഗണ്യമായി വലിയ തിരിച്ചടി നൽകുമെന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇസ്രായേലിന്റെ പ്രധാന ശത്രുവായിട്ടുള്ള ഹമാസിലേക്ക് വരാം. ഗാസ നഗരത്തെ ഇസ്രായേൽ കീഴടക്കിയാൽ ഹമാസ് അടങ്ങിയിരിക്കുമോ എന്ന ചോദ്യം ഇന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഹമാസിനെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നാണ് ഔദ്യോഗിക വാദം. എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രവും രാഷ്ട്രീയവും തെളിയിക്കുന്നത് സൈനിക വിജയങ്ങൾ കൊണ്ട് മാത്രം ഒരു ആശയത്തെയും ഒരു ജനപ്രസ്ഥാനത്തെയും തകർക്കാനാകില്ല എന്നതാണ്. ഹമാസ് ഒരു സൈനിക സഖ്യം മാത്രമല്ല, മറിച്ച് ഫലസ്തീനികളുടെ പ്രതിരോധത്തിന്റെ ചിഹ്നം കൂടിയാണ്. നഗരങ്ങളോ പ്രദേശങ്ങളോ നഷ്ടപ്പെട്ടാലും അവരുടെ പോരാട്ട മനോഭാവം നഷ്ടപ്പെടുത്തില്ല. കാരണം അവരുടെ നിലനിൽപ്പ് ആയുധങ്ങളിൽ നിന്നോ സ്ഥാനങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് ജനങ്ങളുടെ പിന്തുണയിൽ നിന്നാണുള്ളത്.
ഗാസയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഹമാസിനെ തങ്ങളുടെ ശബ്ദമായും പ്രതിരോധത്തിന്റെ മുഖമായിട്ടും കാണുന്നവരാണ്. നഗരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാലും ഈ സാമൂഹിക പിന്തുണ തന്നെയാണ് അവരെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക. ഇസ്രായേലിന്റെ കരസേനാ നടപടികൾ കൊണ്ട് ഹമാസ് അടങ്ങുമെന്നത് സങ്കല്പം മാത്രമാണ്. മറിച്ച് ഗറില്ല രീതിയിലുള്ള ഭൂഗർഭ പോരാട്ടങ്ങളിലേക്കും വികേന്ദ്രീകൃത ആക്രമണങ്ങളിലേക്കും അവർ തിരിയും. ഗാസയിലെ ടണൽ ശൃംഖലകളും ചെറിയ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന പോരാളികളും ഇസ്രായേലിന്റെ പിടിച്ചടക്കലുകൾക്ക് ശേഷവും ഹമാസിന്റെ നിലനിൽപ്പിനും തിരിച്ചടിക്കും വഴിയൊരുക്കിയിരിക്കും. പ്രാദേശിക തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഹമാസിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇറാൻ, ഖത്തർ, ഹിസ്ബുല്ലാഹ് പോലുള്ള കൂട്ടാളികൾ സാമ്പത്തികവും സൈനികവുമായ സഹായം അവർക്ക് നൽകുന്നു. ഇതിലൂടെ ഹമാസ് താൽക്കാലിക നഷ്ടങ്ങൾക്കപ്പുറവും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ചരിത്രം തന്നെ പറയുന്നുണ്ട് ആ വിഷയം. 1982 ഇസ്രായേൽ ലബനോണിലെ ബെയ്റൂത്ത് കീഴടക്കിയിട്ടും ഫലസ്തീൻ വിമോചന സംഘടന ഇല്ലാതായില്ല. മറിച്ച് അവർ പിന്നീട് പുതിയ രൂപത്തിൽ കൂടുതൽ ശക്തരായി രംഗത്ത് വന്നു. അതിനാൽ ഗാസ നഗരം ഇസ്രായേൽ പിടിച്ചടക്കിയാലും ഹമാസ് അടങ്ങിയിരിക്കില്ല. മറിച്ച് അവർ ദീർഘകാല പ്രതിരോധ പോരാട്ടം തുടരുകയും ഭൂഗർഭത്തിലേക്ക് മാറി പ്രവർത്തിക്കുകയും പുതിയ തലമുറയെ സമരം തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗാസയെ ചുട്ടെരിച്ച് ഹമാസിനെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ മരണമണി മുഴങ്ങിയെന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത്. സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.